താനെന്തിനാ ഇവിടെ കിടക്കുന്നത്? കുറെ നേരം നിന്നു, പിന്നെ തോന്നി ബാലകൃഷ്ണന്റെ അടുത്ത് ഇങ്ങനെ കിടക്കണമെന്ന്. ബാലകൃഷ്ണൻ എന്താ ചൂടാവാത്തത്? എന്താ എന്നോട് പോവാൻ പറയാത്തത്? തന്നോട് സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ല, റോഡിൽ വീണ് മരിക്കേണ്ടതായിരുന്നു ഞാൻ. താൻ എന്നെ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയില്ലേ? ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ ബാലകൃഷ്ണൻ ശത്രുവല്ലെന്ന്? ബാലകൃഷ്ണൻ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടിയായിരുന്നു എനിക്ക്. പിന്നെ ഡോക്ടർ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നത് കേട്ടപ്പോഴാണ് സമാധാനമായത്. ബാലകൃഷ്ണൻ ഒന്നും സംഭവിക്കാതിരിക്കേണ്ടത് എന്റെയും കൂടി ആവശ്യമാണ്. ഇനിയെങ്കിലും ഈ വഴക്കും ചീത്തവിളിയൊക്കെ അവസാനിപ്പിച്ച് നമുക്കൊരു കോംപ്രമൈസിലെത്തിക്കൂടെ? എന്തോന്ന് കോംപ്രമൈസ്? പുറകെ നടന്ന് ഞാൻ തന്നെ ഒരുപാട് ശല്യപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നും മനഃപൂർവ്വമല്ല, പലപ്പോഴും ഞാൻ പറയാൻ ശ്രമിച്ചതാ. അപ്പോഴൊന്നത് കേൾക്കാൻ ബാലകൃഷ്ണൻ തയ്യാറായില്ല. ഒരിക്കലും പ്രതീക്ഷിക്കാതെ ജീവിതം തിരിച്ചു കിട്ടിയപ്പോ ബാലകൃഷ്ണൻ ഒരുപാട് സന്തോഷം തോന്നിക്കാണില്ലേ? ഒരിക്കലും പ്രതീക്ഷിക്കാതെ ജീവിതം നഷ്ടപ്പെട്ട എന്റെ അവസ്ഥ ബാലകൃഷ്ണൻ ഒന്ന് ഊഹിച്ചു നോക്കി. സഫലമാകാത്ത ഒരുപാട് മോഹങ്ങൾ. ജീവിച്ച് മതിയായിരുന്നില്ല ബാലകൃഷ്ണ. തന്നെ പോലെ എനിക്കുണ്ടൊരു കുടുംബം. എന്റെ അമ്മച്ചി, എന്റെ ശോഭ, ഞാൻ കണ്ടിട്ടില്ലാത്ത എന്റെ പൊന്നുമോള്. അവരൊക്കെ എന്നെ ഓർത്ത് ഇപ്പോഴും കരയുന്നുണ്ടാവും. സ്നേഹിച്ച് മതിയായിരുന്നില്ല ബാലകൃഷ്ണ. ആരാ? ഞാൻ ബാലകൃഷ്ണൻ. അമ്മച്ചിക്കെന്നെ മനസ്സിലായില്ലേ? എബിമോന്റെ? അതെ. അകത്തേക്ക് വരൂ. എനിക്കൊട്ടും മനസ്സില്ലായിരുന്നു എന്റെ മോന്റെ ശരീരം കീറി മുറിക്കാൻ. ഡോക്ടർ ഹരിപ്രസാദ് എബിയുടെ അപ്പച്ചന്റെ വലിയ സുഹൃത്തായിരുന്നു. ഹരി നിർബന്ധിച്ചപ്പോ അതുകൊണ്ടൊരു ജീവൻ രക്ഷിക്കാൻ കഴിയുമെങ്കിൽ എന്റെ മോന്റെ ആത്മാവിന് പുണ്യം കിട്ടുമല്ലോ എന്ന് കരുതി. അതേതായാലും നന്നായി. ഇപ്പൊ എന്റെ എബിയുടെ ഓർമ്മയ്ക്ക് എനിക്ക് ബാലകൃഷ്ണനെ കാണാമല്ലോ. മോനിരിക്കെ. പൊന്നുമോളല്ലേ നോക്ക്, സുന്ദരി കുട്ടിയാവണ്ടേ? കാര്യല്ല വാവേ. എന്താ എന്താ മോളെവിടെ കിടക്കേ? അമ്മ ഇപ്പൊ പാലുകൊണ്ടുവരാം, കരയരുതേ. അമ്മയുടെ ചക്കര കാവിയല്ലേ മോളെ ശോഭേ? കുടിക്കുക. മോളറിയോ ബാലകൃഷ്ണനെ?
കുഞ്ഞിനെ ഒന്ന് കാണാൻ പോലും എന്റെ മോന് വിധിയുണ്ടായില്ല. ശോഭ പ്രസവിച്ചു എന്നറിഞ്ഞ സന്തോഷത്തിൽ ആശുപത്രിയിലേക്ക് പുറപ്പെട്ടതാ. ബാലകൃഷ്ണ, എന്റെ മോളെ ഒന്നെടുക്കുവോ? കുഞ്ഞിനെ ഞാനൊന്ന് എടുക്കട്ടെ. നോക്ക്, എന്റെ മോൾ എന്നെ പോലെ തന്നെ ഉണ്ടല്ലേ? തീറ്റപ്രിയനായിരുന്നു അവൻ. അവൻ ഇഷ്ടപ്പെടാത്ത കറി എന്തെങ്കിലും മേശപ്പുറത്ത് കണ്ട പിന്നെ ചെവിയും തലയും കേൾക്കണ്ട. ബാലകൃഷ്ണ, തന്നെ ചെമ്മീൻ കറി എടുത്തൊന്ന് കഴിച്ചു നോക്കിയേ. ശോഭ ഉണ്ടാക്കിയതാ. എന്റെ എബിമോനും ചെമ്മീൻ കറി വലിയ ഇഷ്ടായിരുന്നു. ഊണിന് ചെമ്മീൻ കറി ഉണ്ടെങ്കിൽ പിന്നെ വേറൊന്നും വേണ്ടാന്ന് അവൻ പറയാ. 4 കൊല്ലം മുമ്പ് അവന്റെ അപ്പച്ചൻ മരിക്കുമ്പോ എനിക്ക് മണ്ണിടാൻ എന്റെ മോനുണ്ടാവുമല്ലോ എന്ന് കരുതി സമാധാനിച്ചു. പക്ഷെ അവന്റെ കുഴി മണ്ണിടാനും ഈ അമ്മ ബാക്കി നിന്നു. ഇവളുടെ കാര്യം ഓർക്കുമ്പോഴാ സങ്കടം. ഒരുമിച്ച് ജീവിച്ച് കൊതി തീർന്നിട്ടുണ്ടാവില്ല. എന്താ ഇരുട്ടത്ത് വന്ന് നിന്ന്? പേടിയുണ്ടോ? ഒന്നും കൂടെ നോക്കി, മുഖമൊന്ന് കാണാനാ. ഞാനൊരു ധൈര്യത്തിന് ഒരു പെഗടിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. കുട്ടി കരുതുന്ന പോലെ അങ്ങനെ ബോറായിട്ടുള്ള ആളൊന്നുമല്ല കേട്ടോ. എന്താ പേര്? ആദ്യമായിട്ടാണെന്ന് കുട്ടിയെ കൂട്ടിക്കൊടുന്ന തടിയൻ പറഞ്ഞു. ഞാനും ആദ്യമായിട്ടാ. ഒന്നുകൂടെ നോക്കി. ഇഷ്ടത്തോടു കൂടി വന്നതല്ല അല്ലേ?